റൊട്ടിയുടെയും ചപ്പാത്തിയുടെയും നാനിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി തക്കാളി കുറുമക്കറി. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ഗ്രൈൻഡർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒപ്പം 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള കറുവപ്പട്ട, 3 കരയമ്പു, 2 ഏലക്കായ, 1 സവോള നീളത്തിലരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കുക. 5 മിനിറ്റ് നേരം സവോള ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഇളക്കി 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി 3 തക്കാളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. തക്കാളി ഒന്ന് ചെറുതായി ഉടയുന്ന വരെ വഴറ്റുക. 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. 8 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുക. നന്നായി ഇളക്കി 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അങ്ങനെ നമ്മുടെ രുചിയുള്ള തക്കാളി കുറുമ റെഡി. റൊട്ടിയുടെയും ചപ്പാത്തിയുടെയും നാനിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കുറുമക്കറിയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.